Hi friends, Assalamu alaikum. Welcome back to Tasty and Traditional. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ പുറമെ നല്ല ക്രഞ്ചിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി തന്നെയാണിത്. ഒരുവിധം എല്ലാവർക്കും കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. പക്ഷെ ചില ആളുകൾക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അതൊന്നുമില്ലാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകമെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിന് ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനാവശ്യമുള്ള പച്ചമുളകാണ്. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് ഞാനിവിടെ ഒരു മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സവാള നന്നായിട്ട് വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ സവോളയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം പോകുന്നവരെ ഏകദേശം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ജീരകവും കുരുമുളകും കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കട്ട്ലറ്റിന് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവുമാണ് പൊടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. കുരുമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഇവിടെ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം മസാലപ്പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 1/4 കപ്പ് ചിക്കന് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിലെ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിലെ മസാലയെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുഴുങ്ങി ഉടച്ചെടുത്ത ഉരുളൻകിഴങ്ങും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉടച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കട്ട്ലേറ്റ് ഷേപ്പ് ആക്കുമ്പോൾ പൊട്ടിപ്പോകാനോ കറക്റ്റ് ഷേപ്പ് കിട്ടാതിരിക്കാനും ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഏകദേശം നമ്മളെ കട്ട്ലേറ്റിക്കുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും എരിവുമെല്ലാം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചെറുതായി അരിഞ്ഞെടുത്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഞാനിവിടെ കൈയിൻ്റെ അടിയിൽ വെച്ച് തന്നെ ചെറിയൊരു ഓവൽ ഷേപ്പിൽ എല്ലാതും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുത്ത കട്ട്ലേറ്റ് എല്ലാം മുട്ടയുടെ മിക്സിൽ മുക്കിയെടുക്കാം. ഞാനിവിടെ 2 മുട്ടയിൽ 2 നുള്ളി ഉപ്പ് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. മുട്ടയുടെ മിക്സിൽ മുക്കിയെടുത്ത കട്ട്ലെറ്റ്സ് എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്രെഡ് ക്രംസാണ് കോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്കിൻ്റെ പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം കട്ട്ലെറ്റ്സ് എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം മീഡിയം ലെവലാക്കിയതിന് ശേഷം കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ കട്ട്ലേറ്റിൽ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
ഇനി ബാക്കിയുള്ള കട്ട്ലെറ്റെല്ലാം ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്നാണ്, നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി കട്ട്ലേറ്റ് ചൂടുള്ള ഓയിലിൽ ഇട്ടതിന് ശേഷം നമ്മളുടെ ഫ്ലെയിം മീഡിയം ആക്കാനും ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ കട്ട്ലേറ്റിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് ബ്രൗൺ ആയിട്ട് ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യില്ല. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ തന്നെ കടയിൽ കിട്ടുന്ന പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമെ നല്ല ക്രഞ്ചിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ ഒരു കട്ട്ലേറ്റ് റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.